ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ഇലാ യൗമിദ്ദീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ലിസാനുൽ ഖുർആൻ മലയാളം എന്ന ഈ ഗ്രൂപ്പിലൂടെ നമുക്ക് മനഃപ്പാഠമുള്ള അറബി പദങ്ങളെ ഉപയോഗിച്ച് ലളിതമായി ഖുർആൻ്റെ ആശയങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിലേക്ക് ഒരു എളിയ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ. പ്രധാനമായും ഖുർആൻ്റെ ബന്ധപ്പെട്ട കാര്യമായതിനാൽ ആദ്യമായി പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവെ, നിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള എളിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ക്ലാസ്സിൽ തുടക്കം കുറിക്കുന്നത്. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണമേ തമ്പുരാനെ. റബ്ബെ, ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണമേ തമ്പുരാനെ. റബ്ബെ, എളുപ്പത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്. നമ്മൾക്കറിയാം, അറബി ഭാഷയിൽ ആകെ 3 തരം പദങ്ങളാണ് ഉണ്ടാവുക: ഇസ്മ്, ഫിഅല്, ഹർഫ്. എന്തൊന്നിൻ്റെ പേരാണോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ എന്തെങ്കിലും പേരാണെങ്കിൽ അത് ഇസ്മായിരിക്കും. നമ്മൾ മലയാളത്തിൽ നാമം എന്ന് പറയുന്ന പോലെ എന്തൊന്നിൻ്റെ പേരാണെങ്കിലും അതിനൊക്കെ ഇസ്മ എന്നാണ് പറയുക. ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് ഫേല് എന്ന് പറയുക. ആ പ്രവൃത്തി കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യാനിരിക്കുന്നതായിരിക്കാം. ഇപ്പോൾ ഇരുന്നു, ഇരിക്കുന്നു, ഇരിക്കും, ഇതെല്ലാം ഫെയിലുകളിൽപ്പെട്ടതാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തെ പറയുന്നതിനാണ് ഫെയില് എന്ന് പറയാം. അതുപോലെ ഹർഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായ പൂർണ്ണ അർത്ഥം കിട്ടുകയില്ല. മറ്റൊന്നിൻ്റെ പദത്തിൽ കൂടെ ചേരുമ്പോൾ, ഇസ്മിൻ്റെയോ ഫീലിൻ്റെയോ കൂടെ ചേരുമ്പോൾ അതിന് പൂർണ്ണ അർത്ഥം കിട്ടുകയും ചെയ്യും. അത്തരം പദങ്ങൾക്കാണ് ഹർഫ് എന്ന് പറയുക. ഇപ്പോൾ ഫീ എന്ന് പറഞ്ഞാൽ ഈൽ നിന്നാണ്, ഫ്രം. ഇംഗ്ലീഷ് പറയുമ്പോൾ ഫ്രം, ഫീ എന്നാണ്. മാവ് എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്. അപ്പോൾ ഈ ഫീ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് അതിനൊരു പൂർണ്ണ അർത്ഥം കിട്ടുകയില്ല. നേരെ മറിച്ച് ഫിൽ മായി എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ എന്നുള്ള പൂർണ്ണ അർത്ഥം അതിന് കിട്ടി. അത്തരം പദങ്ങൾക്കാണ് ഹർഫ് എന്ന് പറയുക. അപ്പോൾ അതിൽ ഇസ്മ എന്ന് പറയാൻ ഒന്നിൻ്റെ പേരാണ്. എന്തൊന്നിൻ്റെ പേരാണോ അതൊക്കെ ഇസ്മുകളായിരിക്കും. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തിച്ച കാര്യമായിരിക്കണം. പ്രവർത്തിച്ചു, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കും. നേരെ മറിച്ച് അതിൻ്റെ പേര് ഇരുത്തം എന്ന് പറയുമ്പോൾ അത് ഇസ്മായി പോയി. ഇരുത്തം അത് പ്രവൃത്തിയുടെ പേരാണ്. അവിടെ ഇരുന്നിട്ടില്ല. ഇരുത്തം നടന്നാലാണ് അവിടെ പ്രവൃത്തിയാവുകയുള്ളൂ. ആ ഇരുത്തത്തിൻ്റെ പേരാണ്, ഇരിക്കുന്നതിൻ്റെ പേരാണ് ഇരുത്തം. ഇരുത്തം എന്ന് പറയുമ്പോൾ അത് ഇസ്മായി പോയി. ആ ഇസ്മിനെ തന്നെ പല രൂപത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറയും. ഇരുത്തം, ഇരുത്തത്തിൻ്റെ, ഇരുത്തത്തിനെ എന്നെല്ലാം പറയുമ്പോൾ ആ ഇസ്മിൻ്റെ രൂപവ്യത്യാസങ്ങൾ മാറി വരികയാണ്. അപ്പോൾ ഇസ്മിന് തന്നെ, പേരിന് തന്നെ രൂപവ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ രൂപവ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് അതിൻ്റെ ആശയം എന്താണെന്നുള്ള മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഇത് നമ്മൾ ശ്രമത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. അതുപോലെ തന്നെ ഫെയിൽ തന്നെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മിനിമം 28 രൂപം നമ്മൾ പഠിക്കണം. അത് മാത്രമല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷേ 28 രൂപം ഈ ഫീലിൻ്റെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു പ്രവൃത്തി തന്നെ ഇരുന്നു, ഇരിക്കുന്നു, ഇരിക്കും, ഇതെല്ലാം പ്രവൃത്തിയാണ്, ഫെയിലുകളാണ്. ആ യുദ്ധത്തിന് തന്നെ പല രൂപത്തിലായിട്ട് മാറ്റം വരുമ്പോൾ അതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കാം എന്നും ആണ് നമ്മളിവിടെ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു എളുപ്പമാക്കി തരട്ടെ, ആമീൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ് അറബി ഭാഷയിൽ ആകെ 3 തരം പദങ്ങളെ ഉണ്ടാവുള്ളൂ: ഇസ്മ്, ഫീല്, ഹർഫ്. ഈ 3 തരം പദങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്ക് തുറന്ന ക്ലാസ്സുകളിലൂടെ
പഠിക്കും ഇൻഷാ അല്ലാഹ്. ഇനി അറബി ഭാഷകളിലുള്ളൊരു പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത, നമ്മൾ മറ്റുള്ള ഭാഷകളിൽ ഏകവചനം കഴിഞ്ഞാൽ ബഹുവചനമാണ്. പക്ഷെ അറബി ഭാഷയിൽ ഏകവചനം ദ്വിവചനം കഴിഞ്ഞിട്ടേ ബഹുവചനം ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒന്നിന് പ്രത്യേക പദം ഉപയോഗിക്കണം, രണ്ടെണ്ണത്തിന് പ്രത്യേക പദം ഉപയോഗിക്കണം, രണ്ടിൽ കൂടുതലുണ്ടെങ്കിലേ ബഹുവചനമാവുള്ളൂ. ബഹുവചനം എന്ന് പറഞ്ഞാൽ ജമ്മ്, ഏകവചനം എന്ന് പറഞ്ഞാൽ മുഫ്രദ്, ദ്വിവചനം എന്ന് പറയുമ്പോൾ മുസന്ന, ബഹുവചനം എന്ന് പറയുമ്പോൾ ജമ്മ്. മുഫ്രദ്, മുസന്ന, ജമ്മ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം, ജമ്മ് എന്ന് പറഞ്ഞാൽ ബഹുവചനം. ഒന്നിൻ്റെ പ്രത്യേക പദം ഉപയോഗിക്കണം, രണ്ടെണ്ണത്തിന് പ്രത്യേക പദം ഉപയോഗിക്കണം, രണ്ടിൽ കൂടുതലുണ്ടെങ്കിലേ ജമ്മ് ആവുകയുള്ളൂ, ബഹുവചനം ആവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കലമു എന്ന് പറഞ്ഞാൽ പേന എന്നാണ്, നമുക്കറിയുന്നതാണ് കലമുൻ. പക്ഷെ ഒരു പേനയ്ക്ക് കലമു എന്ന് പറയുള്ളൂ. ബെയ്ത്തും തന്നെ വീടാണ്, ബെയ്ത്തും തന്നെ ഒരു വീടിനെ ബെയ്ത്തു എന്ന് പറയുകയുള്ളൂ. എന്നാൽ ഒന്നിനെ രണ്ടാക്കണമെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഒരു അവസാനത്തിൽ ഫതഹ് കൊടുത്തുകൊണ്ട് അലിഫും നൂനും കൂട്ടിച്ചേർത്താൽ മതി. കലമും കലമാനി, ബെയ്ത്തും ബെയ്ത്താനി. അത് രണ്ട് രൂപത്തിൽ വരും, ബൈത്താനി എന്നും വരും, ബൈത്തൈനി എന്നും വരും. കലമാനി എന്നും പറയും, കലമൈനി എന്നും പറയും. ഈ രണ്ട് രൂപം രണ്ട് സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട രൂപങ്ങളാണ്. അതുമാതിരി കിതാബുൻ, കിതാബ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. കിതാബാനി എന്ന് പറയുമ്പോൾ രണ്ട് പുസ്തകമാണ്. അതിന് രണ്ട് പുസ്തകത്തിൽ കിതാബൈനി എന്നും കൂടി പറയും. എന്നാൽ അലിഫും നൂനും കൂടി ചേർത്തിട്ടും വരും, യാവും നൂനും കൂടി ചേർത്തിട്ടും വരും ദ്വിവചനം രണ്ടെണ്ണത്തിന്. ബഹുവചനത്തിന് പ്രത്യേകമാണ്. കലമും കലമാനി, അക്ലാമുൻ, കിതാബും കിതാബാനി, കുത്തുബുൻ. അങ്ങനെ മൂന്ന് രൂപത്തിൽ നമ്മളതിനെ കാണണം. എന്താണ്, ഒന്നിന് പ്രത്യേക പദം ഉപയോഗിക്കണം, രണ്ടെണ്ണത്തിന് പ്രത്യേക പദം ഉപയോഗിക്കണം, രണ്ടിൽ കൂടുതലുണ്ടെങ്കിലേ ജമ്മ ആവുകയുള്ളൂ. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ നോട്ട് നമ്മൾ ഇതിൻ്റെ ക്ലാസ്സിന് ശേഷം പോസ്റ്റ് ചെയ്യും. അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയിരിക്കണം. എഴുതിയെടുത്തിട്ട് കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട, എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്ക് അത് എടുത്ത് നോക്കണം. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കാം. അപ്പോൾ അറബി പദങ്ങളിൽ 3 തരം പദങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. ഇസ്മ്, ഫീല്, ഹർഫ്. ഒന്നിന് പ്രത്യേക പദം ഉപയോഗിക്കണം, രണ്ടെണ്ണത്തിന് പ്രത്യേക പദം ഉപയോഗിക്കണം, രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ജമ്മ് ആവുകയുള്ളൂ. അപ്പോൾ മുഫ്രദ് തന്നെ ഏകവചനം, മുസന്ന തന്നെ ദ്വിവചനം, ജമ്മ് എന്ന് പറഞ്ഞാൽ ബഹുവചനം. അപ്പോൾ ഇസ്മ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പേര്, ഫീല് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി, ഹർഫ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അർത്ഥം കിട്ടാത്തതും മറ്റൊന്നിൻ്റെ കൂടെ ചേരുമ്പോൾ പൂർണ്ണ അർത്ഥം കിട്ടുന്നതുമായ പദങ്ങൾക്കാണ് ഹർഫ് എന്ന് പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, മനഃപ്പാഠം പഠിക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല, മനസ്സിലാക്കി വെക്കുക. കാരണം ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. ഇനി അറബി ഭാഷയിൽ മറ്റു ഭാഷകളിൽ ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഏതൊരു പദം എടുത്താലും ഒന്നുകിൽ മുദക്കറായിരിക്കും അല്ലെങ്കിൽ മുൻസന്നായിരിക്കും. അതായത് ഒന്നുകിൽ പുല്ലിംഗമായിരിക്കും അല്ലെങ്കിൽ സ്ത്രീലിംഗമായിരിക്കും. ഏത് പദം എടുത്ത് നോക്കിയാലും അറബി ഭാഷയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണത്. എന്ത് പദം എടുത്ത് നോക്കിയാലും ഒന്നുകിൽ പുല്ലിംഗമായിരിക്കും അല്ലെങ്കിൽ സ്ത്രീലിംഗമായിരിക്കും. പുല്ലിംഗത്തിന് മുദക്കർ എന്ന് പറയും, സ്ത്രീലിംഗത്തിന് മുഅന്നസ് എന്ന് പറയും. അപ്പോൾ അറബി ഭാഷയിൽ ഏത് പദം എടുത്ത് നോക്കിയാലും ഒന്നുകിൽ അത് മുദക്കറായിരിക്കും അല്ലെങ്കിൽ മുഅന്നസ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാം? നമ്മൾ മറ്റുള്ള ഭാഷകളിൽ നിന്നും മുദക്കറും മുഅന്നസ് എന്ന് പറഞ്ഞാൽ പുല്ലിംഗവും സ്ത്രീലിംഗവും അല്ലാത്ത പദങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇപ്പോൾ വീട്, പേന, പുസ്തകം, ഇതൊക്കെ മറ്റുള്ള ഭാഷകളിൽ പുല്ലിംഗം സ്ത്രീലിംഗം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അറബി ഭാഷയിൽ എന്ത് പദം എടുത്താൽ നോക്കിയാലും അതിലൊന്നുകൂടി പുല്ലിംഗമായിരിക്കും അല്ലെങ്കിൽ സ്ത്രീലിംഗമായിരിക്കും. പക്ഷെ അത് നമുക്കിപ്പോൾ വിഷമം തോന്നിയൊന്നും വേണ്ട. അത് മനസ്സിലാക്കാനുള്ളൊരു 4 ഫോർമുലകളുണ്ട്. അത് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ ഫോർമുലകളിൽ ഈ പെടുന്നതാണോ, അതായത് മുഅന്നസ് തന്നെ കുറച്ചുണ്ടാവുകയുള്ളൂ. മുദക്കറാണ് കൂടുതലുള്ളത്.
അപ്പോൾ മുഅന്നസിന് ചില ഫോർമുലകളുണ്ട്. അതിൽ പെടുവോ എന്ന് നോക്കിയാൽ മതി. അതിൽ പെട്ടാൽ അത് മുഅന്നസ്, അതല്ലെങ്കിൽ അതിൽ പെടാത്തതാണെങ്കിൽ മുദക്കർ പുല്ലിംഗം എന്ന് പറയാം. അതുമാതിരി മുഅന്നസ് എന്നതിൻ്റെ ഒരു 4 ഫോർമുല നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒന്ന് ഹക്കീക്കിയായ മുഅന്നസ്. ഹക്കീക്കിയായ മുഅന്നസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അത് മുഅന്നസ് തന്നെ ആയിരിക്കും. എല്ലാ ഭാഷകളിലും അത് മുഅന്നസ് തന്നെ ആയിരിക്കും. എല്ലാ ഭാഷകളിലും അത് സ്ത്രീലിംഗം തന്നെ ആയിരിക്കും. എല്ലാ ഭാഷയിലും അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അർത്ഥം മനസ്സിലായാൽ അത് നമുക്ക് ഇപ്പോൾ ഉദാഹരണമായി പെൺകുട്ടി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, മുഅന്നസാണ്. നമ്മൾ വെച്ചാൽ ഗേൾ എന്ന് പറയുമ്പോഴോ ഇംഗ്ലീഷിൽ ഗേൾ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണം. മനസ്സിലാക്കിയാൽ ഉടനെ നമുക്ക് മനസ്സിലാവും അത് സ്ത്രീലിംഗമാണെന്ന്. ഹക്കീക്കിയായ മുഅന്നസ് എന്നാണ് പറയുക. അതാണ് ഒറിജിനൽ മുഅന്നസ് അതാണ്. എല്ലാ ഭാഷകളിലും അത് മുഅന്നസ് തന്നെ ആയിരിക്കും. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണം എന്നേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മായി, ഉമ്മ, സഹോദരി ഇതെല്ലാം പറയുമ്പോൾ മുഅന്നസുകളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എല്ലാ ഭാഷയിലും ഉള്ള പോലെ തന്നെ ഹക്കീക്കിയായ മുഅന്നസ് എന്ന് പറയും. മറ്റൊന്ന് അലാമത്തി മുഅന്നസ് എന്ന് പറയും. അടയാളം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന മുഅന്നസ്. അടയാളം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറബി ഭാഷയിലെ അൽഫാബറ്റിക് 2 തരം കാണാം. ഒന്ന് താ എന്ന് പറഞ്ഞാൽ ഒരു വഞ്ചി പോലെ ഇട്ടിട്ട് മുകളിൽ 2 കുത്ത് ഇട്ടാൽ തായി. അതിന് താ മസ്ബൂത്ത എന്ന് പറയാം, തുറന്ന താ. ഇനി മറ്റൊരു താ ഉണ്ട്, ഹാർട്ടിട്ട് അതിൻ്റെ മുകളിൽ 2 കുത്ത് കൊടുക്കുക. അതിന് താ മർബൂത്ത എന്നാണ് പറയുക. താ മർബൂത്ത കെട്ടുള്ള താ. മറ്റ് തുറന്ന താ, ഇത് കെട്ടുള്ള താ. ഒരു പദത്തിൻ്റെ അവസാനത്തിൽ താ മർബൂത്ത ഉണ്ടെങ്കിൽ അത് മുഅന്നസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ താ മർബൂത്ത മുഅന്നസിൻ്റെ ഒരു അടയാളമാണ്. ഒരു പദത്തിൻ്റെ അവസാനത്തിൽ താ മർബൂത്ത ഉണ്ടെങ്കിൽ അത് മുഅന്നസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ചില പുരുഷന്മാരുടെ പേരുണ്ട്, ഹംസ എന്ന് തുടങ്ങുന്ന ചില പേരുകളുണ്ട്. അതൊക്കെ മുദക്കർ തന്നെ ആയിരിക്കും. ആ പേര് അങ്ങനെ വന്നുകൊണ്ട് മുദക്കറായതാണ്. ശരിക്കും സ്ത്രീലിംഗത്തിൻ്റെ അടയാളമുള്ള പേരാണിത്. ഹംസ എന്ന് എഴുതുമ്പോൾ അവസാനത്തിൽ ഒരു താ മർബൂത്ത് ഉണ്ടാവും എഴുതുമ്പോൾ. പക്ഷേ അത് സ്ത്രീലിംഗമല്ല, അത് പുല്ലിംഗം തന്നെയാണ്. പുരുഷന്മാരുടെ പേര് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പുല്ലിംഗം തന്നെയാണ്. അതല്ലാത്ത എല്ലാ പദങ്ങളിലും അവസാനത്തിൽ താ മർബൂത്ത വന്നിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീലിംഗമാണ് എന്നതിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ ഒരു പദം ഹംസ കൊണ്ട് അവസാനിക്കുക, ഒരു പദം ഹംസ കൊണ്ട് അവസാനിക്കുകയും തൊട്ട് മുന്നേ ഒരു അലിഫ് ഉണ്ടാവുകയും ചെയ്താൽ അങ്ങനെയുള്ള പദങ്ങളും മുഅന്നസായിരിക്കും. അവസാനം ഒരു പദത്തിൻ്റെ അവസാനത്തിൽ ഹംസ ഉണ്ടാവുക, അതിന് തൊട്ട് മുന്നേ ഒരു അലിഫ് ഉണ്ടാവുകയാണെങ്കിൽ അതും മുഅന്നസ് തന്നെ ആയിരിക്കും, അത് സ്ത്രീലിംഗം തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സമാഉൻ എന്ന് പറയുമ്പോൾ അവസാനത്തിൽ ഏതാണ്? അവസാനത്തിൽ ഒരു ഹംസയാണ്. അതിന് തൊട്ട് മുന്നേ മീമിനെ ദീർഘിപ്പിക്കാൻ വേണ്ടി ഒരു അലിഫും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വന്ന്? അവസാനത്തിൽ ഹംസ വന്ന് തൊട്ട് മുന്നേ ഒരു അലിഫ് വന്ന്. അങ്ങനെ പദങ്ങൾ മുഅന്നസായിരിക്കും, അതായത് സ്ത്രീലിംഗമായിരിക്കും. അപ്പോൾ അതിൽ മാഉൻ എന്ന് പറയുമ്പോഴും അവസാനത്തിൽ ഹംസ വന്ന് തൊട്ട് മുന്നേ മീമിൻ്റെ ദീർഘിപ്പിക്കാനുള്ള അലിഫും വന്ന്, അപ്പോഴും അതും മുഅന്നസ് തന്നെ ആയിരിക്കും. അപ്പോൾ 2 അടയാളങ്ങൾ, ഒന്ന് ഹക്കീക്കി മുഅന്നസ്, 2 അലാമത്തി മുഅന്നസ്. അലാമത്തി മുഅന്നസിൽ 2 പദങ്ങളുണ്ട്. ഒന്ന് താ മർബൂത്ത, ഒന്ന് ഹംസ കൊണ്ട് അവസാനിക്കുക, തൊട്ടുമുണ്ട് അലിഫുണ്ടായിരിക്കുക. അങ്ങനെ പദങ്ങൾ വന്നാലും അതും മുഅന്നസായിട്ടാണ് പരിഗണിക്കുക, മുഅന്നസായിരിക്കും. അപ്പോൾ മുഅന്നസ് തിരിച്ചറിയാനുള്ള 2 ഫോർമുലകൾ നമുക്ക് കിട്ടി മുഅന്നസ് തിരിച്ചറിയാനുള്ള. പിന്നെ സമാഇ മുഅന്നസ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ചില പദങ്ങളുണ്ട്, അത്
മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. അത് അറബികൾ ഉപയോഗിച്ച് വന്നതാണ്. അതുകൊണ്ട് അറബി ഭാഷയിൽ അത് മുഅന്നസായി തന്നെ നിലനിൽക്കും. ഇപ്പോൾ റീഹും കാറ്റ് എന്നുള്ള പദം അത് ഏത് തരം കാറ്റായിക്കോട്ടെ അതൊക്കെ മുഅന്നസായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുക. ഖുർആനിലും അങ്ങനെ തന്നെയാണ്. ഖുർആൻ്റെ ശൈലി അങ്ങനെയാണ്. റീഹും കാറ്റ് എന്ന് പറഞ്ഞാൽ ഏത് തരം കാറ്റായിക്കോട്ടെ, കൊടുങ്കാറ്റായിക്കോട്ടെ, ശീതളക്കാറ്റായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാറ്റായി. ഓരോ കാറ്റിനും ഇപ്പോൾ ഓരോ കൊടുങ്കാറ്റ് വരുമ്പോഴൊക്കെ ഓരോ പേര് വെക്കുന്നുണ്ട്. ഓരോ കൊടുങ്കാറ്റ് വരുമ്പോഴും ഓരോരോ ഇപ്പം ലോകാടിസ്ഥാനത്തിൽ ഓരോ പേര് വെക്കുന്നുണ്ട്. അതൊക്കെ മുഅന്നസായിരിക്കും. എന്ത് കാറ്റാണെങ്കിലും ശരി അതൊക്കെ മുഅന്നസായിരിക്കും. മറ്റൊന്ന് തീയും മുഅന്നസായിരിക്കും. അത് ഏത് തരം തീയാണെങ്കിലും ശരി, ശരിക്കും ചന്ദനത്തിരിയുടെ കത്തുന്ന തിരിയാണെങ്കിലും ശരി, നരകമാണെങ്കിലും ശരി, അല്ലെങ്കിൽ വിളക്കിൻ്റെ തിരിയാണെങ്കിലും ശരി, എന്തെല്ലാം തീകളുണ്ടോ അതൊക്കെ മുഅന്നസായിരിക്കും. അമാതിരി പാനീയങ്ങളുടെ പേര് ഷറാബുൻ, എല്ലാവിധ പാനീയങ്ങളും മുഅന്നസായിരിക്കും. അത്തരം പദങ്ങളൊക്കെ മുഅന്നസായിരിക്കും. പിന്നെ നാടിൻ്റെ പേര്, ഏതൊരു നാടിൻ്റെയോ അല്ലെങ്കിൽ പട്ടണത്തിൻ്റെയോ പേരൊക്കെ മുഅന്നസായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ അടയാളമാണ് ഈ അടയാളങ്ങൾ. നാടുകളുടെ പേര്, പട്ടണങ്ങളുടെ പേര്, കാറ്റിൻ്റെ പേര്, തീയുടെ പേര്, പാനീയങ്ങളുടെ പേര്, അതുമാതിരി വെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്തായാലും ശരി, കിണറായാലും ശരി, കുളമായാലും ശരി, നദിയായാലും ശരി, കടലായാലും ശരി, വെള്ളം കെട്ടി നിൽക്കുന്ന സ്രോതസ്സുകൾക്കൊക്കെ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അതും ഒരു ഫോർമുലയാണ് അത് പഠിക്കാനുള്ള. നാലാമത്തെന്ന് പറഞ്ഞാൽ ചില പദങ്ങളുണ്ട്. ആ പദങ്ങൾ അറബികൾ മുഅന്നസായിട്ടാണ് ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. ഷംസുൻ, സമാ, അർളുൻ, നഫ്സ്, അസ എന്ന് പറഞ്ഞാൽ വടി. ഇപ്പം നമ്മൾ ഈ മൂസാ നബിയുടെ വടീനെ പറ്റി പറയുമ്പോഴൊക്കെ അവർക്ക് മുഅന്നസായിട്ടാണ് കാണുക. ഹർബുൻ, യുദ്ധം, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ മുഅന്നസായിരിക്കും. ഇങ്ങനെ ഈ 4 രൂപത്തിലുള്ള ഫോർമുല, ഈ 4 ഫോർമുല നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് നമ്മൾ എഴുതുന്നുണ്ട്. അത് എഴുതി സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഈ പദങ്ങളൊക്കെ മുഅന്നസായിരിക്കും അറബി ഭാഷയിൽ. അതല്ലാത്തതൊക്കെ മുദക്കറായിട്ട് കണക്കാക്കാം. അങ്ങനെയാണ് മുദക്കറും മുഅന്നസും കൂടി നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംശയങ്ങളൊക്കെ വിശദീകരിച്ച് മനസ്സിലാക്കാം. നമുക്ക് ചോദിച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഞങ്ങൾക്ക് ചോദിക്കാം. ഏത് മനസ്സിലാകാത്തതുണ്ടോ, ക്ലിയർ ആകാത്തതുണ്ടെങ്കിൽ വാട്സപ്പ് ഈ ഗ്രൂപ്പിൽ ചോദിക്കാം. അത് ചോദിക്കുമ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരത് പറഞ്ഞു കൊടുക്കണം. ഇതില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ കിട്ടുന്നവർ പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നവർ ആദ്യം പറഞ്ഞു കൊടുക്കുക. അതിലെന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ആൾക്കാർക്ക് അല്ലെങ്കിൽ വ്യക്തമാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. ആദ്യം അറിയുന്നവർ പറഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ കർമ്മം, ഈ പ്രവർത്തനം ഒരു സാലിഹ അമലായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. എന്നാൽ പരലോകത്ത് ഉപയോഗിക്കുന്ന ഒരു സൽക്കർമ്മമായി അള്ളാഹു ഇതിനെ നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.